നളപാചകം ഭാഗം 2. രചന അവതരണം സുഗി സുരേഷ്. ഇത് ഈ ഒരു കഥയുടെ 2ാം ഭാഗമാണ്. കഥ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഹോട്ടലിനകത്തേക്ക് കയറുമ്പോൾ രണ്ടുപേരുടെയും മുഖത്തൊരു ചമ്മലുണ്ടായിരുന്നു. രേഷ്മ കൂടെ ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എടി വേണോ? അപ്പോഴും ഐശ്വര്യയുടെ കണ്ണുകൾ അടുക്കളയിലെ ജനാലയിൽ കൂടി അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഹോട്ടലിലുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് രേഷ്മ എടുത്ത് ചോദിച്ചു, എന്താ മോളെ, എന്തേലും വേണോ? അത് കേട്ട സമയത്ത് തന്നെ രേഷ്മ ഐശ്വര്യയുടെ മുഖത്തേക്ക് നോക്കി. ആ ഒരു സമയം ഒരു ചമ്മൽ പോലെ അവൾ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ആരാണ്? ഓ അതാണോ, അത് നിങ്ങളുടെ കോളേജിൽ 3 കൊല്ലം മുമ്പ് പഠിച്ചിറങ്ങിയ ഒരാളാണ്. പേര് നിരഞ്ജൻ. ഞങ്ങളുടെ കോളേജിൽ പഠിച്ച ആളോ? ആളെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, പക്ഷെ ഇപ്പൊ ആളിവിടെ ഇല്ല. 2 days വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ, എന്നാ ശരിയെങ്കിൽ അത് പറഞ്ഞവർ കോളേജിലേക്ക് തന്നെ തിരിച്ചുപോയി. എടി, നമ്മളുടെ കോളേജിൽ പഠിച്ച ആൾ അതാരായിരിക്കും? ഒരുപക്ഷെ നമ്മുടെ സീനിയേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ അത് അറിയാൻ പറ്റില്ലേ? നിനക്കാരെങ്കിലും പരിചയമുണ്ടോ എന്ന ഐശ്വര്യയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ രേഷ്മ കുറച്ചു നേരം വൈകി. എടി, എന്റെ പരിചയത്തിലൊരു സീനിയർ ചേച്ചിയുണ്ട്. അവരോട് ചോദിച്ചാൽ ചിലപ്പം അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ നിനക്കെന്താ ഈ അയാളെക്കുറിച്ച് അറിയാൻ ഇത്രയും താല്പര്യം? അവളുടെ ആ ചോദ്യത്തിന് ഐശ്വര്യ ആദ്യമൊന്നും മറുപടി പറഞ്ഞില്ല. എങ്കിലും രേഷ്മയുടെ കുത്തിയുള്ള ചോദ്യത്തിന് ഐശ്വര്യ മറുപടി പറഞ്ഞു. അയാളുണ്ടാക്കുന്ന ബിരിയാണി സൂപ്പറാണ്. അപ്പോൾ കാണുമ്പോൾ ഒരു താങ്ക്സ് പറയണം. പിന്നെ അയാൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടെന്നും പറയണം. അത്രമാത്രമേ ഉള്ളൂ? ഇപ്പോൾ അത്രേ ഉള്ളൂ. എന്നാൽ എൻ്റെ മുഖം അത്രയും മതി, അല്ലെ നിന്റെ അച്ഛൻ നിന്നെ കഴുമരത്തിൽ കെട്ടിത്തൂക്കും. രേഷ്മയുടെ കളിയാക്കിയുള്ള വർത്താനത്തിൽ ഐശ്വര്യയ്ക്ക് പുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോളേജിൽ ബ്രേക്ക് ടൈം ആയപ്പോൾ രേഷ്മയ്ക്ക് അറിയാവുന്ന സീനിയർ ചേച്ചിയെ കാണാൻ ഇരുവരും ഒരുമിച്ച് പോയി. 3ാം വർഷ BA ഇംഗ്ലീഷ് ക്ലാസ് റൂമിന്റെ മുന്നിൽ 2 പേരിൽ നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോൾ അകത്തുനിന്നും ഒരു ഇരുനിറമുള്ള പെൺകുട്ടി പുറത്തേക്കിറങ്ങി വന്നു. എന്താടി? സൗമ്യ ചേച്ചി, ഇത് ഐശ്വര്യ, എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ചേച്ചി ഒന്ന് കാണാൻ വന്നതാ. എന്താടി കാര്യം? അത് ചേച്ചി, നിങ്ങളുടെ സീനിയർ ആയിരുന്ന ഒരു ചേട്ടനെ കുറിച്ച് അറിയാനാണ്. പേര് നിരഞ്ജൻ. ചേച്ചിക്ക് അറിയോ അങ്ങനെ ഒരാളെ? നിരഞ്ജനല്ലേ? എനിക്കെന്നല്ല, ഈ ഒരു കോളേജിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ആളൊരു നല്ല സിംഗറായിരുന്നു. ആണോ? സിംഗർ എന്ന് പറയുമ്പോൾ ആള് പ്രൊഫഷണൽ ആണോ? അത്യാവശ്യം നന്നായിട്ട് പാടുമായിരുന്നു. അല്ല, നീയൊക്കെ എന്തിനാ ഈ 3 കൊല്ലം മുമ്പ് പോയ അയാളെ തപ്പി ഇപ്പൊ ഇറങ്ങിയേക്കുന്നേ? ഒന്നുമില്ല, നമ്മുടെ ക്ലാസ്സിൽ ആരൊക്കെ ഈ ഒരു പേര് പറയുന്ന കേട്ടു. അപ്പോ ആരാണെന്ന് അറിയാനൊരാഗ്രഹം. അതാ പിന്നെ ചേച്ചി എടുത്തിട്ട് തന്നെ വന്നേ. ആള് കുഴപ്പമില്ല, സൂപ്പറാണ്. പിന്നെ നല്ല ക്യാരക്ടർ, സംസാരം, എല്ലാരെയും ആകർഷിപ്പിക്കുന്ന ഒരു പെരുമാറ്റം. പിന്നെ കോളേജിൽ നല്ല രീതിയിൽ ഫാൻസ് ഉള്ള ഒരാൾ തന്നെയായിരുന്നു. അത് കേട്ട സമയത്ത് തന്നെ ആ ഒരാളെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൂടിക്കൂടി വന്നു. പക്ഷേ കൂടുതലൊന്നും അവർ ചോദിച്ചില്ല. 2 പേരും തിരികെ ക്ലാസ്സിലേക്ക് പോരുന്നു. അന്നത്തെ ദിവസം വീട്ടിലെത്തിയപ്പോഴും മനസ്സിൽ താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സംസാരിച്ചിട്ടില്ലാത്ത ആ ഒരാളുടെ രൂപം തന്നെ മനസ്സുകൊണ്ട് അവൾ വരച്ചെടുത്തു. തനിക്ക് ജീവിതത്തിൽ മറ്റാരോടും തോന്നാത്ത ഒരു ആരാധന നിരഞ്ജൻ എന്ന വ്യക്തിയോട് തോന്നി തുടങ്ങി. നീണ്ട 2 ദിവസങ്ങൾ 2 വർഷം പോലെ തോന്നിപ്പോയി. 2 ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരാളെ നേരിൽ കാണാൻ അവർ 2 പേരും ഒരുമിച്ച് അവിടേക്ക് പോയി. പതിവ് പോലെ 2 പേരും 2 ബിരിയാണി ഓർഡർ ചെയ്തു. രേഷ്മയ്ക്ക് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് അവൾ ഒന്നും നോക്കാതെ വാരി വലിച്ച് തിന്നാൻ തുടങ്ങി. പക്ഷേ ഐശ്വര്യ ആ ഒരു സമയം ഒരു പിടി ചോറ് വാരി വായിൽ വെച്ചിട്ട് രേഷ്മയൊന്ന് നോക്കി. എന്താടി നീ കഴിക്കാത്തെ? എടി, ഇത് അയാൾ ഉണ്ടാക്കിയതല്ല. ഇതിലെന്തോ ഒരു രുചി വ്യത്യാസമുണ്ട്. അത് നിനക്ക് തോന്നുന്നതാ. ചിലപ്പോൾ ബിരിയാണിയിൽ ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഐശ്വര്യയ്ക്ക് അത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ ആ ഒരു ഭക്ഷണത്തിന്റെ പകുതി കഴിച്ച ശേഷം 2 പേരും കൈ കഴുകി കൗണ്ടറിൽ ബില്ലടച്ചു. ചേട്ടാ, ഈ ഫുഡ് ഉണ്ടാക്കിയ ആളെ ഒന്ന് കാണാൻ പറ്റുമോ? കിച്ചണിലുണ്ടല്ലോ, അങ്ങോട്ട് ചെന്നോളൂ. അവിടേക്ക് ചെല്ലുമ്പോൾ അവർ കാണുന്ന ഒരു സ്ത്രീയായിരുന്നു. പെട്ടെന്ന് 2 പേരും പരസ്പരം നോക്കി. ഇതല്ല നിരഞ്ജൻ എന്നൊരാളല്ലേ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്? അയ്യോ, അയാൾ ഇവിടുന്ന് പോയല്ലോ. ആൾക്ക് ബോംബെയിൽ അവിടെ വേറെ ജോലി കിട്ടി. 2-3 ദിവസമായി പോയിട്ട്, ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നിമിഷം തന്നെ രേഷ്മ ഐശ്വര്യയെ ഒരു നിമിഷം നോക്കി. അവൾ പറഞ്ഞത് സത്യമായിരുന്നു. അത് അയാൾ ഉണ്ടാക്കിയതല്ല. അതേ നിമിഷം വരെ അയാളെ ഒന്ന് നേരിൽ കാണാൻ പ്രതീക്ഷയുടെ കാത്തിരുന്ന ഐശ്വര്യയുടെ മുഖം കണ്ടപ്പോൾ തന്നെ രേഷ്മയ്ക്കും വിഷമം തോന്നിയിരുന്നു. തന്റെ കൂട്ടുകാരിയായ അവൾ ഇതുവരെയും ഒരാഗ്രഹം പറഞ്ഞിട്ടില്ല. ഇത്രത്തോളം ഒരു കാര്യത്തോടും താല്പര്യം കാണിച്ചിട്ടില്ല. എന്നിട്ടും അവൾ ആഗ്രഹിച്ചൊരു കാര്യം നടക്കാതെ വന്നപ്പോൾ ചേർത്ത് പിടിക്കാൻ രേഷ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടി, കുഴപ്പമില്ല, നിനക്ക് അയാളെ കാണണം എന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അയാൾ ബോംബെയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും കണ്ടുപിടിച്ചു തരാം. ഒരു ദയനീയ ഭാവത്തോടെ അവൾ പറഞ്ഞു. കുഴപ്പമില്ല, ഇനി നമ്മൾ ആ കാര്യം വിട്ടു. എനിക്ക് അയാളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം സാധിക്കുമെങ്കിൽ ലൈഫിൽ എപ്പോഴാണെങ്കിലും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടും.
അന്ന് ആ ഒരു നിമിഷം ഞാൻ അയാളോട് താങ്ക്സ് പറഞ്ഞോളാം. ഒരൊറ്റ നിമിഷത്തെ വാക്കിൽ അവൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഓരോ ദിവസങ്ങൾ കഴിയും തോറും അവളുടെ മനസ്സിനെ അത് വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരുന്നു. ആ ഒരു ഹോട്ടലിൽ നിന്നും ക്ലാസ്സിലേക്ക് അതിഥിയായി കടന്നു വരുന്ന ആ ഒരു സ്മെൽ, അവിടുത്തെ ബിരിയാണിയുടെ രുചി, ഇതെല്ലാം അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഇനി ഡിഗ്രി കഴിയാൻ മാസങ്ങൾ മാത്രം. ആ ഒരു സമയത്തായിരുന്നു ഒരു കോളേജ് ടൂർ. വീട്ടിൽ അച്ഛനോടും അമ്മയോടും സമ്മതിപ്പിച്ച് അവൾ കോളേജ് ടൂറിന് സെറ്റായി. നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങൾ, ബാംഗ്ലൂർ, മൈസൂർ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. വീട്ടുകാരുടെ സാന്നിധ്യമില്ലാതെ ആദ്യമായിട്ടാണ് ഐശ്വര്യ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷം അവളുടെ മുഖത്തും ഉണ്ടായിരുന്നു. ലൈഫിൽ ഒറ്റയ്ക്കൊന്ന് പറക്കാൻ എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ മുന്നിൽ കാണുന്ന ചില തടസ്സങ്ങളായിരിക്കാം അവരെപ്പോഴും പിടിച്ചു നിർത്താറ്. ടൂർ റെഡിയായി അവർ ഒരുമിച്ച് യാത്ര ആരംഭിച്ചു. രേഷ്മയും ഐശ്വര്യയും ഒരുമിച്ചായിരുന്നു. ബസ് പകുതി എത്തിയപ്പോൾ രേഷ്മ ഐശ്വര്യയുടെ ചെവിയിൽ ഒന്ന് മൂളി. എടി, നമ്മുടെ ക്ലാസ്സിലെ ആകാശിന് നിന്നോടൊരു ഇഷ്ടമുണ്ട്. അവൻ നല്ല പയ്യനല്ലേ, നിനക്കൊന്ന് നോക്കിക്കൂടെ? ആ സമയം ഐശ്വര്യ രേഷ്മയൊന്ന് കലിപ്പിച്ച് നോക്കി. ആ, നീ എന്നോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അവൻ കുറേ നാളായി നിന്നോട് ഈ കാര്യം പറയാൻ നടക്കുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ. ദേ രേഷ്മേ, നീ വെറുതെ ടൂറിന്റെ മൂഡ് കളയാൻ നിൽക്കണ്ട. എനിക്കങ്ങനെ ആരോടും അങ്ങനെ ഇഷ്ടമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല, ഇനി തോന്നുകയില്ല. ആ, അത് പറഞ്ഞ് ശരിയാണ്. കോളേജിലെ പിള്ളേരെല്ലാം പറയുന്നത് നീ ഒരു വികാരമില്ലാത്ത ജീവിയാണെന്നാണ്. നിന്റെ മനസ്സൊരു കരിങ്കല്ലാണെന്ന് പറയുന്നവരുണ്ട്. പിന്നെ എനിക്കെല്ലാം അറിയും നിന്നെ. ഓ, അവർ ബാംഗ്ലൂരിനും മൈസൂരിനും അടുത്തെത്തിയപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ് തോന്നി തുടങ്ങി. അവിടുത്തെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കയറി. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആ ഒരു ടൗണിലെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് തന്നെ അകത്ത് വലിയൊരു ടേബിൾ തന്നെയായിരുന്നു. വലിയ നീളത്തിലുള്ള ഒരു മേശ. അതിൻ്റെ ഒരു വശത്ത് ഏകദേശം 30 പേർ ഇരിക്കുന്നുണ്ട്, അപ്പുറത്തും 30 പേർ. എല്ലാവരും മുഖാമുഖം നോക്കിയാണ് ഇരിക്കുന്നത്. കട്ട ചങ്കായ രേഷ്മ ഐശ്വര്യയുടെ കൂടെ തന്നെ വന്നിരിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആകാശും ഫ്രണ്ട്സും. എല്ലാവരും എങ്ങനെയെങ്കിലും ഐശ്വര്യയും ആകാശിനെയും തമ്മിൽ ഒരുമിപ്പിക്കണം എന്നൊരു വാശിയിൽ തന്നെയായിരുന്നു. കൂട്ടത്തിൽ രേഷ്മയുടെ സപ്പോർട്ടും ആ ഒരു കാര്യത്തിലുണ്ടായിരുന്നു. അതേസമയം ഭക്ഷണം വിളമ്പാൻ ആൾക്കാർ നിരനിരയായി വന്നുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ വെജ് കഴിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ നോൺ വെജ് കഴിക്കുന്നവരുണ്ട്. പലരും പലത് ഓർഡർ ചെയ്തു. ഐശ്വര്യ ഓർഡർ ചെയ്ത അതേ ഭക്ഷണം തന്നെയായിരുന്നു ആകാശം ഓർഡർ ചെയ്തത്. അവൾ ഒരു പിടിവാരി വായിലേക്ക് വെച്ചു. പെട്ടെന്ന് ആ ഒരു നിമിഷം തന്നെ അവളുടെ കണ്ണുകൾ അടയാൻ തുടങ്ങി. ശേഷം ആ ഒരു അടഞ്ഞ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താടി, എന്തു പറ്റി? രേഷ്മ കൂടെ കൂടെ ചോദിക്കാൻ തുടങ്ങി. നിരഞ്ജൻ, ഇത് നിരഞ്ജൻ ഉണ്ടാക്കിയതാണ്. തേങ്ങ, നീ ഫുഡ് എടുത്ത് കഴിച്ചേ? നിനക്കെന്തോ മൂത്ത ഭ്രാന്താണ്. നീ ഇതുവരെ ആയിട്ടും ആ ഒരു കാര്യം വിട്ടില്ലേ? ഏതോ കാലത്ത് ആരോ ഉണ്ടാക്കി ബിരിയാണി കഴിച്ചു എന്ന് വെച്ച് ആര് ബിരിയാണി ഉണ്ടാക്കിയാലും അത് നിരഞ്ജനാവുമോ? രേഷ്മ കൂടെ കൂടെ അവളെ ശകാരിക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരു രുചിയെ അമൃത് പോലെ അവൾ കഴിച്ചു തീർക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ വാഷ് ചെയ്യുമ്പോൾ രേഷ്മ മനസ്സിലുറപ്പിച്ചു, ഇന്നത്തോടെ ഇവളുടെ നിരഞ്ജൻ ഭ്രാന്ത് അവസാനിപ്പിക്കണമെന്ന്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൂടെയുള്ളവർ ബസ്സിൽ കയറാൻ തുടങ്ങിയപ്പോൾ അവൾ ഐശ്വര്യയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ആ ഒരു റെസ്റ്റോറൻറ്റിലെ റിസപ്ഷനിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. മാഡം, നിങ്ങൾ മലയാളിയാണോ? അതെ, എന്താ? ചേച്ചി, ഇവിടെ ഒരു നിരഞ്ജൻ എന്നൊരാൾ ജോലി ചെയ്യുന്നുണ്ടോ? ആ, ഉണ്ടല്ലോ, ആളിവിടുത്തെ കുക്കാണ്. പെട്ടെന്ന് തന്നെ രേഷ്മ ഷോക്കായതുപോലെ ഐശ്വര്യ നോക്കി. ആ ഒരു സമയവും അവളുടെ കണ്ണുകൾ നിറകണ്ണുകൾ തന്നെയായിരുന്നു. രേഷ്മയുടെ ശബ്ദം ഒന്നിടറി. ആ ആളെ ഒന്ന് കാണാൻ പറ്റുമോ? അയ്യോ, അയാളുടെ ജോലി കഴിഞ്ഞ് അയാൾ റൂമിലേക്ക് പോയിട്ടുണ്ട്, ഇനി വരാൻ സാധ്യതയൊന്നുമില്ല. അയാളുടെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ എന്തു പറ്റി? ആദ്യമായിട്ടാണ് അയാളെക്കുറിച്ച് 2 പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്. ആള് ഞങ്ങളുടെ നാട്ടുകാരനാണ്, പക്ഷേ ഇതുവരെയായിട്ടും ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആളുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടും ഇതുവരെ ആ ഒരു മനുഷ്യനൊന്ന് കാണാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ആളിവിടെ ഉണ്ടെന്നൊരു സൂചന കിട്ടി, അത് കൺഫേം ചെയ്യാനാണ് ഞങ്ങൾ ചോദിച്ചത്. ആ, അയാൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. മുൻപ് ബോംബെയിലോ മറ്റോ എവിടെയായിരുന്നു. പക്ഷേ അയാളൊരു കുക്കല്ല, ഒരു മജീഷ്യനാണ്. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത്? രേഷ്മ, ഐശ്വര്യ, വേഗം വാ. ആ ഒരു സമയം ബസ് പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. രേഷ്മയും ഐശ്വര്യയും ഇരുവരെയും കാത്താണ് ബാക്കിയുള്ളവരും അവിടെ നിൽക്കുന്നത്. ആ ഒരു സമയം സങ്കടമാണോ അല്ലെങ്കിൽ സന്തോഷമാണോ എന്നറിയാൻ വയ്യാതെ അവിടെ ഒരു പ്രതിമയെ പോലെ നിൽക്കുന്ന ഐശ്വര്യയും പിടിച്ചുകൊണ്ട് രേഷ്മ ബസ്സിനകത്തേക്ക് കയറി. ഇത്രയും നാൾ ഐശ്വര്യയുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ആ ഒരു രുചിക്കൂട്ടിനെ പറ്റി രേഷ്മയ്ക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിലും അവളുടെ ആ മുഖം കണ്ട സമയത്ത് ഒന്നും ചോദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ബസ് മുന്നോട്ട് നീങ്ങി.
ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു പാർട്ടുമായിട്ട് കാണാം.